ഹലോ, എല്ലാവർക്കും നമസ്കാരം. മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്നുള്ള സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോകണമെന്ന് കരുതിയല്ല, മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്. സിനിമ ഇറങ്ങിയതിന് ശേഷം ചില ആളുകൾ നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു, ചില ആളുകൾ മോശമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ചില ആളുകളാണെങ്കിൽ അതിൽ ചില ഐറ്റംസ് കൊള്ളാം, പക്ഷേ ആ സിനിമ ആകെ മൊത്തം വലിയ രസമൊന്നുമില്ല, മമ്മൂട്ടി ഫാൻസ് തള്ളിമറിക്കുന്നതാണെന്നുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ വകയായിട്ട് മോഹൻലാൽ ഫാൻസ് ഡീഗ്രേഡ് ചെയ്യുകയാണ് എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പോകണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ഇന്നലെ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും ടിക്കറ്റ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു അന്ധകാര എന്നുള്ള സിനിമയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആകെപ്പാട് ഞങ്ങൾ 2 പേർ മാത്രമേ സിനിമയ്ക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ ഷോ കട്ട് ചെയ്തു. പിന്നെ അങ്ങനെ പോസ്റ്റ് പിടിച്ച് നിന്നപ്പോഴാണ് എന്തെങ്കിലും ആവട്ടെ, ഫ്രണ്ടിലെങ്കിൽ ഫ്രണ്ടിൽ ഈ ഭ്രമയുഗത്തിന് കയറി കണ്ടേക്കാതെ കരുതി. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ എന്ന് പറയാൻ പറ്റില്ല, 2ാമത്തെ റോയിലിരുന്നാണ് ഭ്രമയുഗം ഇന്നലെ കാണുന്നത്. കോതമംഗലം ജി സിനിമാസിൽ നിന്നായിരുന്നു. പക്ഷേ ഫ്രണ്ടിലായിരുന്നെങ്കിലും അത്ര വലിയ ബോറടിച്ചില്ല. നടുക്ക് ഭാഗത്താണ് സീറ്റ് കിട്ടിയത്. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പോസിറ്റീവായിട്ടുള്ളത് സിനിമയുടെ ഒരു പരീക്ഷണ സിനിമ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണ സിനിമയാണ് ഭ്രമയുഗം. അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും സമയം ആളുകളെ പിടിച്ചിരുത്തുക, അതും ഇത്രയും കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ച് നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയുടെ ആക്ടിങ് ആണെങ്കിലും വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ അർജുൻ അശോകനാണെങ്കിലും നല്ലതാണ്. യക്ഷിയെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണെങ്കിലും അതും രസമായിട്ടുണ്ട്. ശരിക്കും ഒരു 17ാം നൂറ്റാണ്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. 17ാം നൂറ്റാണ്ടിലേക്ക് ലിറ്ററലി നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ല ഒരു വിഷ്വൽ എഫക്ട്സും നല്ല ഒരു സൗണ്ടും എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഭ്രമയുഗം. ശരിക്കും ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ വായിച്ച മാന്ത്രിക നോവലുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ ഒരു മായിക പ്രപഞ്ചം, അതിൻ്റെ ഒരു മായിക ഒരു ലോകം നമുക്ക് മുമ്പിൽ ഈ ഭ്രമയുഗം തുറന്നിടുന്നുണ്ട്. ആ മന കാണിക്കുന്നതാണെങ്കിലും അതിലെ ഓരോ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഇതിൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ആ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ഒരു എനർജി ലെവൽ, അതിൻ്റെ ഉള്ള ത്രില്ലിങ് എലമെൻറ്റ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ എവിടേക്കോ മിസ്സാകുന്നതായിട്ട് തോന്നിയിരുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗത്ത്, സ്പോയിലറാണ്, അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കേൾക്കാതിരിക്കുക. അവസാന ഭാഗത്ത് വെറുതെ ഈ നമ്മുടെ അപ്പോക്കാലിപ്റ്റോയിലേക്ക് ഉള്ള ലാസ്റ്റ് സീൻ പോലെ കുറച്ച് ബ്രിട്ടീഷുകാരെ കൊണ്ട് ചാടിക്കുന്നത്. ബ്രിട്ടീഷുകാരാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ആളുകളാണ്, വിദേശികളെ, അതായത് കോളനൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന മനുഷ്യരെ കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു ഒന്നായെന്ന് തോന്നി. അത് ഒരിക്കലും ഇതുമായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ല, ഒരു കല്ലുകടി പോലെ തോന്നി സിനിമയായിട്ട്. ക്ലൈമാക്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു തോന്നി. ക്ലൈമാക്സിൽ എന്തോ എങ്ങും എത്താതെ അവസാനിച്ച ഒരു ക്ലൈമാക്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. എവിടേക്കോ ഉണ്ട് എന്നുവെച്ചാൽ ഇല്ല, ഒരു പൂർണ്ണ തൃപ്തി കിട്ടാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു സിനിമയുടെ അവസാന ഭാഗത്ത്. തുടക്ക ഭാഗം അടിപൊളിയാണ്, രസമാണ്, ഒരു ഹൊറർ ഫീലിംഗ് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. നമ്മൾ കേട്ടി വഴകിയ മുത്തശ്ശി കഥകളുടെയൊക്കെ ഒരു ചലച്ചിത്ര രൂപം പോലെയാണ് ശരിക്കും ഭ്രമയുഗം തോന്നിയത്. അതിലെ ആ ഒരു ചാത്തനാണെങ്കിലും അതുപോലെ തന്നെ പോറ്റിയാണെങ്കിലും പോറ്റിയുടെ അടുത്ത് വന്നുപെടുന്ന 2 മനുഷ്യരാണെങ്കിലും അതിൻ്റെ ആ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥ, നമ്മളുടെ ഈ ഒരു ഭയാനകമായിട്ടുള്ള നമ്മൾ നിസ്സഹായരായി പോകുന്ന അവസ്ഥയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭ്രമയുഗത്തെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കൂടുതലായിട്ട് വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ ഒരു പരീക്ഷണ സിനിമ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഭ്രമയുഗം. കണ്ടു നോക്കുക. മമ്മൂട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സ് എന്തായാലും നിങ്ങളും കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു.